അപ്പച്ചനെ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, വലിയ സങ്കടത്തിലാണ് നിങ്ങളിരിക്കുന്നത്. തകർച്ചയാ കണ്ടതല്ല. ഒരു സമയത്ത് നല്ലായിട്ട് ജീവിച്ച ഇപ്പൊ തകർച്ചയുടെ അങ്ങേ അറ്റത്തെ വക്കില. ജീവിക്കണോ മരിക്കണോ മുന്നോട്ട് പോകണമെന്നും അറിയത്തില്ല. ഇടവഴി വെച്ച് വിചാരിച്ചെല്ലാം തകരുമെന്ന് കർത്താവ് ദൂത് പറയുക. നഷ്ടപ്പെടുന്നിടത്ത് അത്ഭുതം നടക്കാൻ പോവാ. ദൈവത്തിന്റെ കരുതൽ ആ വീട്ടിൽ വെളിപ്പെടാൻ പോവാ. എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് സ്തോത്രം പറഞ്ഞ് 4 മണിക്ക് ചിതറിച്ചു കളയാ. ഇവർക്ക് എതിരെ വ്യാപരിക്കുന്ന ഒരാധിപത്യത്തിന്റെ ശക്തിയുണ്ട്. ഇന്ന് രാവിലെ അത് പൊട്ടിപ്പോകാൻ തുടങ്ങുക. ഈ കുടുംബത്തിനകത്തേക്ക് പുത്രന്റെ പവര് ഇന്ന് രാവിലെ ഇറങ്ങി വരാൻ തുടങ്ങുക. കട എല്ലാം കൂടെ എത്ര ഉള്ളേ? 1 കോടിയുണ്ട്. എന്തൊക്കെ വിൽക്കണം? എല്ലാം വിൽക്കണം. പിള്ളാരെ കുറിച്ചും സ്വസ്ഥതയില്ല. സത്യമില്ലയോ? ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുക, നിങ്ങളുടെ ജീവിതം മാറും, അത്ഭുതങ്ങൾ നടക്കും. ഈ കടബാധ്യത മുഴുവൻ വീടും. അതിനുള്ള വഴികൾ ദൈവം തുറക്കാൻ പോവാ. എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചോ. ഞാൻ ഈ അപ്പച്ചനെ അമ്മച്ചയും കാണുമ്പോ എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, 1 കോടിയോളമുള്ള കടം വീടാൻ പോവാ. അമ്മ നിങ്ങളുടെ കണ്ണുനീരുതയോ കാണുക കേട്ടോ. നീ രാത്രിയുടെ യാമത്തിലെഴുതോ. ഈ അമ്മയെ പിടിച്ചോ. അമ്മയുടെ മേലെ ശക്തി വ്യാപരിക്കുക കേട്ടോ. അമ്മയുടെ മേലെ കൃപ ഇന്ന് രാവിലെ ഈ വീട്ടിലേക്ക് പവർ ഇറങ്ങി വരിക. പുത്രന്റെ പവർ ഇറങ്ങി വരിക. ചില ആഭിചാര ശക്തികളെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ പൊട്ടിപ്പോകാൻ പോവുക. അപ്പച്ചന അസ്ഥി സംബന്ധമായിട്ട് അസ്വസ്ഥതയുണ്ട്. എത്ര നാളായിട്ട്? 10-15 കൊല്ലായി. യേശു എന്നോട് പറയുക, ഇപ്പൊ ദൈവ സൗഖ്യം തരാൻ പോവാ. ആരോഗ്യം തരും. ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കും. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു വരും. അത് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് കണ്ടിരിക്കും എന്ന ആത്മാവിന്ന് രാവിലെ തൂതായിട്ട് ഇടപെടുക. ഈ 2ാമത്തെ തലമുറയുടെ പേര് പറഞ്ഞേ. അവൻ എവിടെ? അവൻ രക്ഷപ്പെട്ടു. അവന് ചെറിയ പ്രതിസന്ധി ഉണ്ട്. അത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യം. സത്യല്ലേ? എന്നോട് ദൈവം പറയുക, ആ കുടുംബത്തിൽ ഇപ്പൊ ദൈവം ഇറങ്ങും. അവനെ ദൈവം ശരിയാക്കും. അവൻ അത്ഭുതമാകും. അവൻ നിങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങി വരും. നിങ്ങൾ അവിടുന്ന് വിറ്റുപോകുന്ന കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ നടുവിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരിക. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ. ഈ UK-യിലുള്ള മോക്ക് പിള്ളേരെത്ര? 2 പേര്. അലർജി സംബന്ധമായിട്ട് പ്രശ്നമുള്ളൊരു കാര്യമുണ്ട്. സത്യം. ഇന്ന് രാവിലെ സൗഖ്യമാകാൻ പോവാ. യേശു ഇപ്പൊ UK-യിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോവാ. അനീത്യടമേ ദൈവശക്തി വ്യാപരിക്കുക. എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്നവര് ഒന്ന് ആവേശത്തോടെ ദൈവത്തിനൊന്ന് സ്വന്തം പറഞ്ഞ് യേശുവിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അവന്റെ കരം ചലിക്കുന്നുണ്ട്. ഈ രാവിലെ അപ്പച്ചനോടും അമ്മച്ചിയോടും ദൈവത്തിന് പറയാനുള്ള ദൂത, നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു വരും. കണ്ണടയുന്നതിന് മുൻപ് അത്ഭുതങ്ങൾ കാണും. ഇനിയുള്ള ആയുസ് യേശുവിന് വേണ്ടി ജീവിച്ചോണം. രാത്രിയുടെ യാമത്തിൽ ഒടുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് ദൈവം കണ്ടിട്ടുണ്ട്. അതിന് മറുപടി വരും. മോന് വേണ്ടി ദൈവം ഇപ്പൊ ഇറങ്ങും. മോക്ക് വേണ്ടി UK-യിൽ അനീറ്റയ്ക്ക് വേണ്ടി എന്റെ കർത്താവ് ഇന്ന് രാവിലെ ചലിച്ചിട്ടുണ്ട്. അവള് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും എന്റെ ദൈവം ഒരു മറുപടി അവിടെ കൊടുക്കാൻ പോവാ.